മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള പഠനത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കണം എന്ന രീതിയിൽ നമ്മൾ കുറച്ചൊക്കെ ഒന്നൊരു സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതലായി വളരെ പ്രാധാന്യത്തോടുകൂടി അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ബോഡിയിലെ ഓർഗനാണ് ബ്രെയിൻ. നമ്മുടെ ശരീരത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നമ്മുടെ ബോഡിയിലെ സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം. ആ നെർവസ് സിസ്റ്റത്തിൽ സെൻട്രായി പ്രവർത്തിക്കുന്ന ഓർഗനാണ് ബ്രെയിൻ. ആ ബ്രെയിനിന്റെ സ്ട്രക്ചർ എന്താണ്, അതിന്റെ ഫംഗ്ഷൻ എന്താണ്, അതിന്റെ ലൊക്കേഷൻ എങ്ങനെയാണ്, ഡിഫറെന്റ് പാർട്സ് എങ്ങനെയൊക്കെയാണ് അതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഓരോന്നിന്റെയും ആക്ടിവിറ്റീസ് എങ്ങനെയാണ്, ഇതൊക്കെ എങ്ങനെയാണ് ഇന്റർ റിലേറ്റഡ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഈ മെസ്സേജസ് കോർഡിനേറ്റ് ചെയ്യുന്നത്, ഇതെല്ലാത്തിനെയും കുറിച്ച് കുറച്ചൊക്കെ ഒരു അവയർനെസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഹ്യൂമൻ ബ്രെയിനിന്റെ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ തന്നെയാണ്. ഹ്യൂമൻ ബോഡിയിലെ നെർവസ് സിസ്റ്റത്തിന് മേജറായിട്ട് 2 ഡിവിഷൻസ് ആണുള്ളത്. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം, മറ്റൊന്ന് പെരിഫറൽ നെർവസ് സിസ്റ്റം. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ളതാണ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ഈ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും മെർജ് ചെയ്യുന്ന നെർവ്സ് ആണ്. അതിനെക്കുറിച്ചുള്ള ഒരു സിസ്റ്റമാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ സെൻട്രായിട്ട് പ്രവർത്തിക്കുന്ന ഓർഗൻ ബ്രെയിൻ തന്നെയാണ്. അപ്പോൾ ആ ബ്രെയിനിനെ കുറിച്ച് നമുക്ക് കുറച്ച് അതിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ബ്രെയിൻ വളരെ ഡെലിക്കേറ്റഡ് ആയൊരു ഓർഗനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലയോട്ടിയിൽ ബ്രെയിൻ ബോക്സ് അതല്ലെങ്കിൽ ക്രാനിയം അതിനുള്ളിലാണ് വളരെ സേഫ് ആയിക്കൊണ്ട് ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ലോക്കലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഈ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് കൂടാതെ തന്നെ വളരെയധികം സേഫായിക്കൊണ്ട് വീണ്ടും 3 ലെയർ മെനിഞ്ചസ് എന്ന് പറയുന്ന 3 കവറിങ് മെംബ്രെയിനിയസ് കവറിങ്ങൾ കൊണ്ട് വീണ്ടും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 3 കവറിങ്ങുകളാണ് ഫസ്റ്റ് വൺ ഡുരാമാറ്റർ എന്ന് പറയും. അത് ഔട്ടർ മോസ്റ്റ് ഒരു ഫൈബ്രസ് മെംബ്രെയിനാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് മിഡിലിൽ വരുന്നതാണ് അരാക്നോയിഡ് എന്ന് പറയും. അത് വളരെ ഡെലിക്കേറ്റ് ആയ ഒരു വെബ് ലേക്ക് കുഷൻ ലേക്ക് സ്ട്രക്ചറാണ്. ഏറ്റവും ഉള്ളിലായി വരുന്ന ഇന്നർ കവറിങ് ആണ്. അത് കുറച്ചൊരു ഹൈലി വാസ്കുലർ മെംബ്രെയിനാണ്. അതായത് അതിലാണ് ബ്ലഡ് വെസൽസും അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് എല്ലാവരും കണക്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 3 ലെയേഴ്സ് ഡുരാമാറ്റർ, അരാക്നോയിഡ്, പയാമീറ്റർ ഇത് 3ഉം കൂടി പറയുന്ന പേരാണ് മെനിഞ്ചസ് എന്ന് പറയും. ഈ ഓരോ ലെയറിൻ്റെ ഉള്ളിലും കുറച്ചൊക്കെ ഒന്ന് വീണ്ടും ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഒരു ഫ്ലൂയിഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഫ്ലൂയിഡാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും. ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ മെയിനായിട്ടുള്ള ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ഡ്യൂട്ടി പ്രൊട്ടക്ഷൻ തന്നെ. പക്ഷേ എങ്ങനെയാണത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഉള്ളിലെ മെംബ്രെയിൻസിൻ്റെ ഉള്ളിലുള്ള ഗ്യാപ്പിലെല്ലാനും ഈ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തുകൊണ്ട് അതൊരു കുഷൻ പോലെ ആക്ട് ചെയ്യാണ്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു മെക്കാനിക്കൽ ഒരു ഡാമേജ് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസുകളൊക്കെ വരുമ്പോൾ ഈ ഫ്ലൂയിഡ് അവിടെ ഒരു കുഷൻ പോലെ ആക്ട് ചെയ്തുകൊണ്ട് ബ്രെയിനിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഇനി ഹ്യൂമൻ ബ്രെയിനിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ റീജിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് 3 പ്രൈമറി റീജിയൻസ് ആണ് ബ്രെയിനിനുള്ളത്. ഫസ്റ്റ് വൺ ഫോർ ബ്രെയിൻ, നെക്സ്റ്റ് ഹിൻ ബ്രെയിൻ. ഈ ഫോർ ബ്രെയിനിനും ഹിൻ ബ്രെയിനിനും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് സെൻട്രലുള്ള ഒരു ട്യൂബുലാർ സ്മോൾ പോർഷൻ മിഡ് ബ്രെയിൻ. അപ്പോൾ ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ഇതിൻ്റെയൊക്കെ ഏരിയാസ് എവിടെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി ഫോർ ബ്രെയിനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് സെറിബ്രം ആൻഡ് ഡയൻസെഫലോൺ. ഈ 2 പാർട്സാണ് ഫോർ ബ്രെയിനിലുള്ളത്. ഹിൻ ബ്രെയിനിലുള്ളതാണ് സെറിബെല്ലം, പോൺസ് ആൻഡ് മെഡുല ഒബ്ലോങ്കേറ്റ. അപ്പോൾ ഈ ഏരിയാസിനെല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയ റോളാണ് നമ്മുടെ ഈ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഓഫ് നമ്മുടെ മൂവ്മെൻറ്റ്സ് ഇതിലെല്ലാത്തിനുള്ളത്. പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ പാർട്സ് എങ്ങനെയാണ്, അതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഫോർ ബ്രെയിൻ എടുക്കാം. അപ്പോൾ സെറിബ്രം ആണ് ഫോർ ബ്രെയിനിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റീജിയൻ. ആ സെറിബ്രം എന്നത് ലാർജസ്റ്റ് പോർഷൻ ഓഫ് ദ ബ്രെയിൻ എന്നാണ് പറയുക. ഏറ്റവും കൂടുതൽ ഏരിയ നമ്മുടെ ബ്രെയിനിൽ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത് ഈ സെറിബ്രമാണ്. അപ്പോൾ ഈ സെറിബ്രം ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 ഹാഫ്സ്. അതായത് റൈറ്റ് ഹെമിസ്ഫിയറും ലെഫ്റ്റ് ഹെമിസ്ഫിയറും. ഈ 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ചേർന്നിട്ടാണ് ഈ സെറിബ്രം ഉണ്ടായിരിക്കുന്നത്. ഈ 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനെയും അത് റൈറ്റ് സെറിബ്രൽ ഹെമിസ്ഫിയറും ലെഫ്റ്റ് സെറിബ്രൽ ഹെമിസ്ഫിയറും ഇതിനെ രണ്ടിനും കണക്ട് ചെയ്യുന്ന ഒരു റീജിയനാണ് ഒരു കോർപ്പസ് കലോസം എന്ന് പറയും. ഈ കോർപ്പസ് കലോസത്തിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറിബ്രൽ ഹെമിസ്ഫിയറിൽ നിന്നും മറ്റ് സെറിബ്രൽ ഹെമിസ്ഫിയറിലേക്കുള്ള ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഒരു ഷീറ്റ് ഓഫ് ഫൈബ്രസ് കണക്റ്റിംഗ് ടിഷ്യൂ ആണ് ഈ കോർപ്പസ് കലോസം എന്ന് പറയുന്നത്. 2 സെറിബ്രൽ ഹെമിസ്ഫിയറിനും തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി സെറിബ്രത്തിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ
ഒരു സ്ട്രക്ചർ. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ നമുക്കറിയാം ഒരുപാട് കൺവല്യൂട്ടഡ് ആയിട്ടുള്ള റീജിയൻസ് ആണ്. റിഡ്ജസും ഗ്രൂവ്സും എല്ലാം കൂടി ഇങ്ങനെ കുറേ റിങ്കിൾസൊക്കെ ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിന് 2 റീജിയൻസ് ഉണ്ട്. ഈച്ച് സെറിബ്രൽ ഹെമിസ്ഫിയറിന്, ഓരോ സെറിബ്രൽ ഹെമിസ്ഫിയറിനും 2 റീജിയൻ ഉണ്ട്. അതിൽ ഔട്ടർ പോർഷന് പറയുന്ന പേരാണ് കോർട്ടെക്സ് എന്ന് പറയും, ഇന്നർ പോർഷന് പറയുന്ന പേരാണ് മെഡുല എന്ന് പറയും. അപ്പോൾ ഈ ഔട്ടർ കോർട്ടെക്സിലാണ് നെർവ് സെൽസ് അതല്ലെങ്കിൽ ന്യൂറോൺസ് എന്ന് പറയുന്നതിലെല്ലാനും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഔട്ടർ കോർട്ടെക്സ് റീജിയനിലാണ്. ഒരുപാട് കൺവല്യൂഷൻസ് ഇങ്ങനെ റിഡ്ജസും ഗ്രൂവ്സൊക്കെ ബ്രെയിനിൽ കാണുന്നത് അത് ശരിക്കും അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം നെർവ് സെൽസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സർഫസ് ഏരിയ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു സ്ട്രോങ് ബിലീഫ് ഉണ്ട്. അതായത് എത്രമാത്രം കൺവല്യൂഷൻസ് ഇതുപോലെ ഹ്യൂമൻ ബ്രെയിനിലുണ്ടോ അതനുസരിച്ച് അത്രമാത്രം നെർവ് സെൽസ് അല്ലെങ്കിൽ ന്യൂറോൺസ് അവിടെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്രമാത്രം ഒരു ഇൻ്റലിജൻസ് ലെവലും ഒരുപാട് കൂടുതലായിരിക്കും എന്നൊരു ലെവലിലും ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതിൽ ഔട്ടർ പോർഷനിലാണ് കോർട്ടെക്സ്, നേരത്തെ പറഞ്ഞ പോലെ കോർട്ടെക്സിലാണ്, ഗ്രേ മാറ്ററിലാണ് നെർവ് സെൽസ് അല്ലെങ്കിൽ ന്യൂറോൺസിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇന്നർ പോർഷനിലാണ് വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. ആ വൈറ്റ് മാറ്ററിൽ നെർവ് സെൽസ് അല്ലെങ്കിൽ ന്യൂറോൺസിൻ്റെ ടെയിൽ എൻഡ്, അതായത് ആക്സോൺ റീജിയൻസൊക്കെ അവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സെറിബ്രത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറിബ്രം അറിയപ്പെടുന്നത് തന്നെ സീറ്റ് ഓഫ് ഇൻ്റലിജൻസ് എന്ന പേരിലാണ്. സീറ്റ് ഓഫ് ഇൻ്റലിജൻസ് മാത്രമല്ല, കോൺഷ്യസ്നെസ്, ദെൻ വിൽ പവർ, പിന്നെ കൺട്രോളിങ് ഓൾ ദ വോളണ്ടറി ആക്ഷൻസ്, അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും കൺട്രോൾ ചെയ്യുന്നത് ഈ സെറിബ്രാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് എണീറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് നടക്കുന്നു, അതിൽ നമ്മൾ സംസാരിക്കാൻ ഡിസിഷൻ എടുക്കുന്നു, എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെടാൻ നമ്മൾ സ്റ്റെപ്പ് വയ്ക്കുന്നു, ഇതിനെല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് ഈ സെറിബ്രമാണ്. ഈ സെറിബ്രത്തിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഗ്രേ മാറ്റർ, അതായത് കോർട്ടെക്സിനോട് ചേർന്നുള്ള ഗ്രേ മാറ്റർ എന്ന റീജിയനാണ് ചിന്തിക്കാനും ഓരോന്നിനും നമ്മൾക്ക് കാരണങ്ങൾ കണ്ടെത്താനും ഓരോ ഇൻവെൻഷൻസ് നടത്താനും പ്ലാനിങ്, അതുപോലെ തന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് മെമ്മറൈസ് ചെയ്യാനും ഓവറോൾ ഇതിനെല്ലാത്തിനും ഉള്ള ഒരു സ്റ്റെപ്പ് എടുക്കുന്നതും ഈ ആക്ടിവിറ്റീസും ഈ ഒരു പ്രോസസ്സും എല്ലാം നടക്കുന്നത് നമ്മുടെ ബ്രെയിനിലെ കോർട്ടെക്സ് എന്ന റീജിയനിലാണ്. അപ്പോൾ ഒരുപാട് ഇൻ്റലിജൻസും നമ്മുടേതായ കോൺഷ്യസ്നെസ്സും വിൽ പവറും നമ്മുടെ പെർമിഷനോട് കൂടി നടക്കുന്ന എല്ലാ വോളണ്ടറി ആക്ടിവിറ്റീസിനും എല്ലാത്തിൻ്റെയും മെയിനായിട്ടുള്ള സീറ്റ് എന്ന് പറയുന്നത് സെറിബ്രമാണ്. ഇനി നമ്മൾക്കറിയാം, നമ്മൾ കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഈ പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡ് അതല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡ് എന്നതെല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ സെറിബ്രത്തിലാണ്. ഒരുപാട് കഴിഞ്ഞുപോയ അനുഭവങ്ങൾ അതല്ലെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് റീസെൻ്റായിട്ട് നമ്മൾ റിപ്പീറ്റഡായ തോട്ട്സ് കൊണ്ട് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കടത്തിവിട്ട കാര്യങ്ങൾ ഇതെല്ലാനും ഒരുപക്ഷെ കോൺഷ്യസ് ആക്ടിവിറ്റീനെ ഫെയ്ഡ് ഔട്ട് ചെയ്ത് കളയുണ്ടാവും. അപ്പോൾ അത് നമ്മൾക്കറിയാം, നമ്മളുടെ ഹിപ്നോട്ടിസം എന്ന പ്രോസസ്സിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ പാസ്റ്റ് എക്സ്പീരിയൻസസ് ഒക്കെ റീകോൾ ചെയ്തെടുക്കാൻ പറ്റുന്നത് ഈ സെറിബ്രം എന്ന് നമ്മൾ പഠിക്കുന്ന അതല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. അപ്പോൾ ഇത്രയുമാണ് സെറിബ്രത്തിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഫങ്ഷൻസ്. ഫോർ ബ്രെയിനിലെ നെക്സ്റ്റ് റീജിയനാണ് ഡൈൻസെഫാലോൺ. അതിലുള്ള 2 ഏരിയാസാണ് തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്. അപ്പോൾ ഈ തലാമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുതായിട്ടുള്ളൊരു എഗ് ഷേപ്ഡ് ഗ്രൂപ്പ്സ് ഓഫ് നെർവ് സെൽസ് ആണ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ, പ്രഷർ അതല്ലെങ്കിൽ അതുപോലുള്ള ഫീലിങ്സ് എല്ലാനും സെറിബ്രത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് തലാമസിൻ്റെ ഒരു ഫങ്ഷനായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് വിഷൻ, ഹിയറിങ്, ടച്ച്, ടേസ്റ്റ് അതെല്ലാനും ഒരു ഏരിയയിൽ നിന്ന് സെറിബ്രത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഉറക്കത്തിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, കുറച്ചൊക്കെ ഒന്ന് ടയേർഡായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഇതെല്ലാനും അങ്ങോട്ട് പാസ് ചെയ്യുന്നത് ഈ ഒരു തലാമസ് എന്ന റീജിയനിൽ നിന്നാണ്. നെക്സ്റ്റ് തലാമസിന് തൊട്ടടിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് ഹൈപ്പോതലാമസ് എന്ന റീജിയൻ. അപ്പോൾ ഹൈപ്പോതലാമസ് എന്നതിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമിയോസ്റ്റാസിസ്, അതായത് നമ്മളുടെ ബോഡിയിൽ വരുന്ന ടെമ്പറേച്ചർ കൺട്രോൾ,
അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അതിൻ്റെ ഒരു ആക്ടിവിറ്റി നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഏരിയയാണ് ഹൈപ്പോതലാമസ്. നമ്മൾക്കറിയാം, നമ്മൾ പലപ്പോഴും നമ്മൾ അയൺ ചെയ്യാൻ അയൺ ബോക്സ് എല്ലാം ഓൺ ചെയ്ത് കഴിയുമ്പോൾ ടെമ്പറേച്ചർ ആവശ്യത്തിൻ്റെ സമയത്ത് ആയിക്കഴിഞ്ഞാൽ അത് തന്നെ കട്ട് ഓഫായി അതങ്ങ് നോർമലാവും അല്ലേ. അതേ രീതിയിൽ തന്നെ നമ്മുടെ ബോഡിയിൽ വരുന്ന ആ ഒരു വേരിയേഷൻസ് അതിനെ കൺട്രോൾ ചെയ്യാനായി ഹെൽപ്പ് ചെയ്യുന്ന ഏരിയ ആണ് ഹൈപ്പോതലാമസ്. അപ്പോൾ ആ ഹൈപ്പോതലാമസിനെ സ്ട്രെസ് സെൻറ്റർ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അതായത് ബോഡിയിലെ ആക്ഷൻസ് എമർജൻസി ടൈമിൽ വരുന്ന ഹോർമോണൽ ഫ്ലക്ച്വേഷൻസിലെയും കുറേയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ട് ഹൈപ്പോതലാമസ്. അതായത് നമ്മളുടെ ബോഡിയിലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ സെക്രിയേഷൻസിനെയും അതിൻ്റേതായ ആക്ടിവിറ്റീസിനെയും കുറേയൊക്കെ നോർമലൈസ് ചെയ്യാനും അതിൻ്റെ ഫങ്ഷൻസിനെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ വേണ്ട സമയത്ത് അതിനെ നോർമലൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു സ്ട്രെസ് സെൻറ്റർ എന്ന രീതിയിലും അറിയപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഒരുപാട് ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നതിലും അത് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് വഴി നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതായത് ഹൈ ബ്ലഡ് പ്രഷർ, അതല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുക, ബോഡി ടെമ്പറേച്ചർ കൂടുക, ഇതെല്ലാനും വരുമ്പോൾ അതിൻ്റേതായ രീതിയിൽ എങ്ങനെ അത് റെഗുലറൈസ് ചെയ്ത് കൊണ്ടുപോകണം എന്നതിനുള്ള ഒരു ആക്ടിവിറ്റി, അതിൻ്റെ ഇനിഷ്യേറ്റീവ് വരുന്നതും ഹൈപ്പോതലാമസിൽ നിന്നാണ്. അതായത് ഒരുപാട് നമ്മൾ ബോഡി ടെമ്പറേച്ചർ എക്സ്റ്റേണൽ ടെമ്പറേച്ചർ കൂടിക്കൊണ്ട് നമ്മുടെ ബോഡിക്ക് അത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതാകുമ്പോൾ നമ്മുടെ ബോഡി ഒരുപാട് സ്വെറ്റ് ചെയ്ത് ആ ടെമ്പറേച്ചർ പുറത്തേക്ക് കളയാണ്. അതുപോലെ തന്നെ ഒരുപാട് തണുപ്പ് ബോഡിക്ക് അത് സർവൈവ് ചെയ്യാൻ പറ്റാതെ ആവുമ്പോഴാണ് ബോഡി ഷിവർ ചെയ്യുന്നത്. അപ്പോൾ ഷിവർ ചെയ്യുന്ന ടൈമിൽ ഒറ്റൊരു ടെമ്പറേച്ചർ കിട്ടുകയാണ്, അതുവഴി ബോഡിയിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ആ ഹീറ്റ് വെച്ചുകൊണ്ട് ബോഡി ടെമ്പറേച്ചർ നോർമലൈസ് ചെയ്യാണ്. അപ്പോൾ ഈ ആക്ടിവിറ്റീസും അതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് ഹൈപ്പോതലാമസിൽ നിന്നാണ്. ഇതുകൂടാതെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിൽ വരുമ്പോൾ സെക്ഷൽ ബിഹേവിയറിന് ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈറ്റിംഗ്, ഡ്രിങ്കിങ്, ഈ ഹാബിറ്റ്സിനെല്ലാത്തിനും ഒരു കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ അവിടെ കൊടുക്കുന്നത് ഈ ഹൈപ്പോതലാമസ് ആണ്. നെക്സ്റ്റ് ഹിൻ ബ്രെയിനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റീജിയനാണ് സെറിബെല്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ സ്മോളർ ഏരിയ ആണ്. ബ്രെയിനിൽ വളരെ കുറച്ച് ഏരിയ എടുത്തിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതറിയപ്പെടുന്നത് ലിറ്റിൽ ബ്രെയിൻ എന്നാണ്. അപ്പോൾ ഈ ലിറ്റിൽ ബ്രെയിൻ എന്ന് പറയുന്ന സെറിബെല്ലത്തിന് ആദ്യം കൺവല്യൂഷൻസ് ഒന്നുമില്ല, പക്ഷേ ഒരുപാട് ഫറോസ് ഉണ്ട്. എന്നിരുന്നാലും ഈ സെറിബ്രത്തിൽ നമ്മൾ കണ്ടുപോലുള്ള കൺവല്യൂഷൻസ് ഒന്നും സെറിബെല്ലത്തിലില്ല. അപ്പോൾ കൂടുതലായിട്ടും ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ, സെറിബെല്ലത്തിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസിങ് ദ ബോഡി, പിന്നെ മസ്കുലർ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യാം. അപ്പോൾ മസ്കുലർ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ആക്ടിവിറ്റി അത് എണീറ്റ് നടക്കണം, അതല്ലെങ്കിൽ പാട്ട് പാടുന്നു, അതല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ പോകുന്നു, ഇതിനെക്കുറിച്ചുള്ള ആ ഒരു തോട്ട്, ആ ആക്ടിവിറ്റിയുടെ ഫസ്റ്റ് ഇമ്പൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെറിബ്രത്തിലാണ്. പക്ഷേ അതിൻ്റെ ആക്ടിവിറ്റി നടക്കുന്നത് സെറിബെല്ലത്തിൻ്റെ കോർഡിനേഷനോട് കൂടിയാണ്. അപ്പോൾ ഏതൊരു ആക്ടിവിറ്റി നടക്കുന്നതിന് മുന്നുള്ള പ്ലാനിങ് നടക്കുന്നത് സെറിബ്രത്തിലാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് മസിൽസിൻ്റെ കോർഡിനേഷനോട് കൂടി ആ ആക്ടിവിറ്റി അത് ശരിക്കും ഒരു പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു ഫങ്ഷനിങ് സ്റ്റേജിലേക്ക് എത്തുന്നത് സെറിബെല്ലത്തിൻ്റെ ആക്ടിവിറ്റിയോട് കൂടിയാണ്. അതായത് സെറിബെല്ലമാണ് പ്രോപ്പർ കോർഡിനേഷനും അതിൻ്റെ ടൈമിൽ അതിൻ്റെ കൺട്രാക്ഷൻ നടക്കുന്നു, റിലാക്സേഷൻ നടക്കുന്നു, ഇതെല്ലാവരും സെറിബെല്ലത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ പല സ്ഥലത്തും നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്, ആൽക്കഹോളിക് പേഴ്സൺസിന് ആൽക്കഹോൾ കുറച്ചൊരു അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ശരിയായ രീതിയിൽ നടക്കാൻ പറ്റില്ല, കുറച്ചൊക്കെ ഒന്ന് ഇംബാലൻസ്ഡ് ആയ രീതിയിൽ സ്റ്റെപ്സ് വയ്ക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് കാരണം ശരിക്കും ആൽക്കഹോൾ കൺസപ്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ മസ്കുലർ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാനും ആ മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യാനും സെറിബെല്ലത്തിൻ്റെ ആ ഒരു ഫങ്ഷനിങ് പ്രോപ്പറായി നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാ മസ്കുലർ ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്യുന്ന റീജിയനാണ് സെറിബെല്ലം. നെക്സ്റ്റ് ഹിൻ ബ്രെയിനിൽ വരുന്ന റീജിയനാണ് പോൺസ് എന്നത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സെറിബെല്ലത്തിൻ്റെ അടിയിലാണ്. അത് വളരെ ചെറിയൊരു സ്ട്രക്ചർ തന്നെയാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ബ്രെയിനിൽ നിന്നും സെറിബെല്ലത്തിലേക്കുള്ള ഇൻഫർമേഷൻസ് ക്യാരി ചെയ്ത് അത് അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പോൺസിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ. ഹിൻ ബ്രെയിനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഓർഗനാണ് മെഡുല ഒബ്ലോങ്കേറ്റ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇൻറ്റേർണൽ ഓർഗൻസിനെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന, അതിൻ്റെ ആക്ടിവിറ്റീസിനെല്ലാനും റെഗുലറൈസ് ചെയ്ത് വളരെ കറക്റ്റായ രീതിയിൽ കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് മെഡുല ഒബ്ലോങ്കേറ്റ.
അപ്പോൾ എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസിനും ഹാർട്ട് ബീറ്റ്, അതായത് ബ്രീത്തിങ്, നമ്മുടെ ലങ്സിൻ്റെ മൂവ്മെൻറ്റ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാവരും ചെയ്യുന്നത് മെഡുല ഒബ്ലോങ്കേറ്റയാണ്. അതുകൊണ്ട് തന്നെ അറിയാം, മെഡുല ഒബ്ലോങ്കേറ്റയ്ക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ആക്ടിവിറ്റീസിനെല്ലാവരും അത് ബാധിക്കും. അപ്പോൾ ഇതാണ് ഹിൻ ബ്രെയിൻസിൽ 3 റീജിയൻസ്: സെറിബെല്ലം, പോൺസ് ആൻഡ് മെഡുല ഒബ്ലോങ്കേറ്റ. ഹ്യൂമൻ ബ്രെയിനിനെ കുറിച്ചും അതിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷനെ കുറിച്ചും അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിനെ കുറിച്ചുള്ള ഈ ചെറിയൊരു ഇൻഫർമേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.